വെച്ചിട്ടുള്ള അച്ചാറാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് നമ്മുടെ നാട്ടിൽ ബുളുമ്പി എന്നാണ് പറയുക. പുറത്ത് ഇതിന് കോയക്കപ്പുളി, ഓർക്കാപ്പുളി അങ്ങനെ പല പേരും ഉണ്ട്. എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി തോന്നും. ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബ്ലാക്ക് കളറുള്ള താഴെയിലും മുകളിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് നേരിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ അച്ചാറിന് നമുക്കിതുപോലെ 20 അല്ലി വെളുത്തുള്ളി ആവശ്യമുണ്ട്. പിന്നെ ഈ ഒരു സൈസിലുള്ള 4 പീസ് ഇഞ്ചി ആവശ്യമുണ്ട്. പിന്നെ 7-8 പച്ചമുളകും ആവശ്യമുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒതുക്കിയെടുക്കണം. ബുളുമ്പി ഇതുപോലെ വട്ടത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അച്ചാർ ഇടുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അച്ചാർ റെഡിയാക്കി എടുക്കാം. ഇത് ഞാനിപ്പം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അച്ചാർ പൊതുവേ നല്ലെണ്ണ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ നല്ലെണ്ണൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പം 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുളക് പൊടിയുടെ പച്ചമണവും കൂടി ഒന്ന് പോയി വരണം. ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച ബുളുമ്പി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ചാറായതുകൊണ്ട് ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അച്ചാർ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്കുള്ള വിനെഗർ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം വിനെഗർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. അവസാനം ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ട് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നല്ലെണ്ണ ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേടായി പോകാനുള്ള ചാൻസും ഉണ്ട്. കൂടുതൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇത് മിക്ക വീട്ടിലും ഉണ്ടാകുന്നൊരു സാധനമാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.